മിക്ക ഞായറാഴ്ചകളിലും പിള്ളേരെയും കൂട്ടി ഞാൻ പുറത്തേക്ക് പോകാറുണ്ട്. അത് പലപ്പോഴും വീടിനടുത്തുള്ള തൊടുക്കാപ്പ് എക്കോടൂറിസം എന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കായിരിക്കും. അതാണ് ഞങ്ങളുടെ സ്ഥിരം വേട്ടമൃഗം. ഇന്നും ഞങ്ങൾ പോയത് അങ്ങോട്ടേക്കാണ്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ പെരിന്തൽമണ്ണയിൽ നിന്നും 12 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കരിങ്കലത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. പിള്ളേർക്ക് കളിക്കാനുള്ള 8-10 റൈഡുകളുണ്ട്. കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി വെച്ച മനോഹരമായ മുളങ്കാടുകൾ കാണാം. അതിനെയും താണ്ടി ഏകദേശം 600 മീറ്റർ മുകളിലേക്ക് പോയാൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിള്ളേരോട് ചോദിച്ചപ്പോൾ പോവാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. ആസിമും ആയിഷയും അസയും റെഡി. യാതൊരു ക്ഷീണമില്ലാതെ അവർ മുന്നോട്ട് കുതിച്ചു. ഈ മുളങ്ങാടുകൾ കഴിഞ്ഞാൽ ഒരു കുത്തനെയുള്ള ഒരു പാറയാണ്. അതിൽ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറണം. ഈ കാണുന്ന പാറയിൽ അള്ളിപ്പിടിച്ച് വേണം മുകളിലേക്ക് പോകാൻ. കുത്തനെയുള്ള ഒരു പാറയാണ്. വലിയ റിസ്ക് ഒന്നുമില്ല. മഴയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറാം. ആകാശം തെളിഞ്ഞു കിടക്കുകയായിരുന്നു. ആസിമൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ആസിം മാത്രമല്ല, ഐഷയും അസയും. അങ്ങനെ ആ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിലാണ് അപ്രതീക്ഷിതമായി മാനം കറുത്ത് ഇടിവെട്ടി മഴ പെയ്തു. മഴ എന്ന് പറഞ്ഞാൽ പോലെ തുള്ളിക്കൊരു കൂടെ നിൽക്കാത്ത മഴ. ഞാൻ അവരോട് ചോദിച്ചു, തിരിച്ചു പോകണോ അതോ മുകളിലേക്ക് കയറണോ? പിന്നെ ഒന്നും നോക്കിയില്ല. വഴുക്കിലുള്ള പാറയിലൂടെ അള്ളിപ്പിടിച്ച് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി ഞങ്ങൾ കുതിച്ചു. അസ ഭയങ്കര ആക്റ്റീവായിരുന്നു. വെള്ളത്തിലൂടെ ചാടി കളിച്ചു, ഓടി മറിഞ്ഞ് മുന്നിൽ അവൾ തന്നെയായിരുന്നു. അങ്ങനെ പാറയും വെള്ളക്കെട്ടുകളും താണ്ടി സാഹസികമായ യാത്ര ഒടുവിൽ ചെന്ന് അവസാനിച്ചത് ആ വ്യൂ പോയിന്റിന്റെ പടിക്കെട്ടിലാണ്. ഈ പടിക്കെട്ട് കയറി മുകളിലേക്ക് എത്തുമ്പോഴാണ് വ്യൂ പോയിന്റ് ഉള്ളത്. അങ്ങനെ ആ പടിക്കെട്ടുകൾ ആവേശത്തോടെ താണ്ടി ഞങ്ങൾ ആ മുകളിലെത്തി. മഴയില്ലാത്ത സമയമാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. പക്ഷേ ഇന്ന് മഴയായത് കാരണം ഒന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് തിമിർക്കുകയാണ്. മഴയായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നേരത്തെ ഇറങ്ങിപ്പോയിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം പെയ്ത അതിഭീകരമായ മഴ വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിഞ്ഞു. ഒപ്പം മനസ്സ് നിറച്ച മനോഹരമായ യാത്രയും. പതിയെ ഞങ്ങൾ മലയിറങ്ങി.